Hello everyone. In this new video we are discussing previous question paper of the business research method. Calicut യൂണിവേഴ്സിറ്റിയുടെ BCOM ന്റെ 5th സെമസ്റ്ററിലെ ഒരു പേപ്പറാണ് BRM അല്ലെങ്കിൽ ബിസിനസ് റിസർച്ച് മെത്തേഡ് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനാലിസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ 2019 അഡ്മിഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സെക്ഷൻ എ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഈ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ മീൻസ് നമ്മൾ സാധാരണ പ്രതീക്ഷിക്കാത്ത ചില ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ ആ രീതിയിൽ മനസ്സിലാക്കുക. എല്ലാത്തിൻ്റെയും ചെറിയൊരു എക്സ്പ്ലനേഷനാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ഈസ് ഇൻഫറൻഷ്യൽ അനാലിസിസ്? എന്താണ് ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഫറൻഷ്യൽ അനാലിസിസ് ടേക്സ് ഡാറ്റ ഫ്രം എ സാമ്പിൾ ആൻഡ് മേക്സ് ഇൻഫറൻസ് അബൌട്ട് ദി ലാർജർ പോപ്പുലേഷൻ ഫ്രം വിച്ച് സാമ്പിൾ വാസ് ഡ്രോൺ. ഒരു ലാർജ് പോപ്പുലേഷന് കുറച്ച് സാമ്പിൾ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ചില ഇൻഫറൻസസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ചില അസംഷൻസ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. മെയിൻലി ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസ്. ഉണ്ടാവും ഹൈപ്പോത്തിസ് ടെസ്റ്റിംഗ് ഒക്കെ ഈ ഇൻഫറൻഷ്യൽ അനാലിസിസിൻ്റെ ഭാഗമാണ്. എക്സ്പ്ലെയിൻ എത്തിക്സ് ഇൻ റിസർച്ച് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. റിസർച്ചിൽ എത്തിക്സിനെ കുറിച്ചൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. റിസർച്ച് എത്തിക്സ് ഇൻവോൾവ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. എത്തിക്സ് നമുക്കറിയാം വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് അല്ലേ, എന്താണ് ശരി എന്താണ് തെറ്റെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് റിസർച്ചിലും അത് ബാധകമാണ്. ethical principle to research activities which include the design and implementation of research, respect towards society and others, the use of resource and research output, scientific misconduct and the regulation of research. റിസർച്ചുമായി ബന്ധപ്പെട്ട ഈ മേഖലയിലൊക്കെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇംപ്ലിമെൻറ്റേഷൻ സമയത്തും ഡിസൈൻ സമയത്തും അതുപോലെ തന്നെ സൊസൈറ്റി എല്ലാവരെയും പരിഗണിച്ചിട്ട് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാം. റൈറ്റ് എ നോട്ട് ഓൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ക്ലാസിഫിക്കേഷൻ. ഇത് നോട്ട്. വി നോ ദാറ്റ് ഡാറ്റ മെയിൻലി ക്ലാസിഫൈഡ് ഇൻറ്റു 2, primary data and secondary data. Primary data are those data which are collected for the first time, or first hand data ആണ് നമുക്ക് primary data. Secondary data are those data which are or have already collected and tabulated or presented. ആദ്യം തന്നെ വേറെ ആരെയോ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ. അതെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, അതിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആവർത്തിച്ചിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഗിവ് എ ബ്രീഫ് അക്കൗണ്ട് ഓൺ പോപ്പുലർ റിപ്പോർട്ട്. പോപ്പുലർ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് ബ്രീഫായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം റിപ്പോർട്ടുകൾ ഡിഫറെൻറ്റ് ടൈപ്സ് റിപ്പോർട്ടുകളുണ്ട്. അതിലൊരു റിപ്പോർട്ടാണ് ഈ പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് റിപ്പോർട്ട് മീൻസ് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടല്ലോ അത്. പോപ്പുലർ റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ് ദോസ് പീപ്പിൾ ഹു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദി ടെക്നിക്കൽ ആസ്പെക്റ്റ് ഓഫ് ദി സ്റ്റഡി. എക്സ്പെക്റ്റ് അല്ല, ഒന്ന് കറക്റ്റ് ചെയ്യണേ, ആസ്പെക്റ്റ് ഓഫ് ദി സ്റ്റഡി. അതായത് അവിടെ എന്താണ്, അവിടെ ആ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ടെക്നിക്കൽ ആസ്പെക്റ്റിൽ, ആ സ്റ്റഡിയുടെ ടെക്നിക്കൽ ആസ്പെക്റ്റിൽ യാതൊരു ഇൻട്രസ്റ്റും അവർക്കില്ല. ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു എക്സ്പ്ലെയിൻ ദി ബ്രോഡ് ഫാക്ട് ഫൈൻഡിങ് ഓർ റെക്കമെൻഡേഷൻസ്. ഫാക്ട് ഫൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ചില റെക്കമെൻസുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇവരെ ഈ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഉദ്ദേശം. അത്തരത്തിലുള്ള റിപ്പോർട്ടിനാണ് പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ കോംപ്രിഹെൻഷൻ. കോംപ്രിഹെൻഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കോംപ്രിഹെൻഷൻ എന്നുള്ളതാണ് ചോദ്യം. കോംപ്രിഹെൻഷൻ ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഗെറ്റ് റിമൈനിങ് ഫ്രം സ്പോക്കൺ ആൻഡ് ദ റിട്ടൺ ലാംഗ്വേജ്. അതൊക്കെ നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ കോംപ്രിഹെൻഷൻ എന്താണെന്നുള്ളതൊക്കെ സാധാരണ അങ്ങനെ ചോദിക്കാറില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇറ്റ് ഈസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഗെറ്റ് ദ റിമൈനിങ് ഫ്രം സ്പോക്കൺ ആൻഡ് ദ റിട്ടൺ ലാംഗ്വേജ്. ആ ഒരു നമ്മൾ പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ റിട്ടൺ ലാംഗ്വേജ് ഉണ്ടാവും അല്ലെങ്കിൽ സ്പോക്കൺ, അതിൽ നിന്ന് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി മെഷർ the user can understand the intending meaning of text
അതായത് ആ ഒരു പ്രൊജക്റ്റ് വായിക്കുന്ന ആൾക്ക് അതിൻ്റെ മീനിങ്, യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ മീനിങ് കണ്ടെത്താൻ കഴിയണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയണം. കറക്റ്റ് കൺക്ലൂഷൻ ഫ്രം ദി ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിൽ നിന്ന്, ആ ഒരു കണ്ടൻറ്റിൽ നിന്ന് കറക്റ്റ് കൺക്ലൂഷൻ കണ്ടെത്താൻ കഴിയുക, അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിയെ പറയുന്ന പേരാണ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ ടൈപ്പ് 2 എറർ. ടൈപ്പ് 2 എററിനെ കുറിച്ച് ഒരു ചെറിയ നോട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടൈപ്പ് 2 എറർ പഠിക്കുമ്പോൾ നമ്മൾ ടൈപ്പ് 1 എറർ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. Type 2 error is a statistical term used within the context of hypothesis testing. Hypothesis testing ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം ആണ് ടൈപ്പ് 2 എറർ. ദാറ്റ് ഡിസ്ക്രൈബ് ദ എറർ ദാറ്റ് occur when one failed to reject a null hypothesis that is actually false. നമ്മൾ null hypothesis നമ്മൾ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി ഫെയിലായി, ആക്ച്വലി അത് ഫാൾസ് ആയിരുന്നു. അത്തരത്തിലുള്ള എററിനെയാണ് ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. അതായത് നൾ ഹൈപ്പോത്തസിസ് നമ്മൾ റിജക്റ്റ് ചെയ്തില്ല, ആക്ച്വലി അത് ഫാൾസ് ആയിരുന്നു. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിനെ ടൈപ്പ് 1 എറർ എന്നും പറയാൻ പറ്റും. ദെൻ എക്സ്പ്ലെയിൻ ടോൺ ഇൻ റിപ്പോർട്ട് റൈറ്റിംഗ്. റിപ്പോർട്ട് റൈറ്റിങ്ങിലെ ടോൺ എന്ന് പറഞ്ഞാൽ ടോൺ അല്ലെങ്കിൽ ടൂൺ അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞു ചെറിയ എക്സ്പ്രഷൻ മാത്രമേ ഞാൻ തരുന്നുള്ളൂ. ടോൺ റെഫേഴ്സ് ടു ദ റൈറ്റേഴ്സ് വോയിസ് ഇൻ റിട്ടൺ വർക്ക്. നമ്മൾ ആ റിട്ടൺ വർക്കിൽ റൈറ്റേഴ്സിൻ്റെ വോയിസിനെ പറയുന്ന പേരാണ് ടോൺ. അത് എഴുതുന്ന ആളുകൾ, ഓരോ ഇപ്പം കഥ എഴുതുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഓരോ ഓതേഴ്സിനൊക്കെ ഒരു ടോൺ ഉണ്ടാകും. ഇറ്റ് ഈസ് വാട്ട് ദ റീഡർ മൈറ്റ് പെർസീവ് ദ റൈറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് ഓർ പേഴ്സണാലിറ്റി. ആ ഒരു ടോണിൽ നിന്ന്, അയാളെ എഴുതിയ ടോണിൽ നിന്ന് റീഡേഴ്സിൻ്റെ ആ റൈറ്ററിൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ പറ്റും. ആർക്ക്? റീഡേഴ്സിന്. അപ്പോൾ റീഡേഴ്സിന്, അത് വായിക്കുന്ന ആളുകൾക്ക് ആ റൈറ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ലാംഗ്വേജിലുള്ള ഒരു ടോണിനെ പറയുന്ന പേരാണ് റിപ്പോർട്ട് റൈറ്റിങ്ങിലെ ടോൺ എന്ന് പറഞ്ഞാൽ. ടോൺ എന്ന് വെച്ചാൽ ആ ഓരോ ഓതേഴ്സിനും ഓരോ ടോണാണല്ലോ, ആ ലാംഗ്വേജ് നോക്കിയാൽ തന്നെ എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. അതാണ് ടോൺ. അത് എന്നതുപോലെ തന്നെ നമ്മൾ റിപ്പോർട്ട് റൈറ്റ് ചെയ്യുമ്പോൾ അതിലൊക്കെ ടോണുകളൊക്കെ വളരെ പ്രധാനമാണ്. ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു റൈറ്റേഴ്സിൻ്റെ വോയിസ് ഒക്കെ വളരെ പ്രധാനമാണ്. ദെൻ വാട്ട് ഈസ് ക്ലസ്റ്റർ അനാലിസിസ്? അനദർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ? ക്ലസ്റ്റർ അനാലിസിസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ പ്രോസസ്സിങ് ഡാറ്റ പ്രോസസ്സ് ചെയ്യാനുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. അനാലിസിസ് വ്യത്യസ്ത ടൈപ്സ് ഉണ്ട്, അതിലൊരു ടൈപ്സാണ് ക്ലസ്റ്റർ. ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ്ഡ് ടു ഗ്രൂപ്പ് സിമിലർ ഒബ്ജക്റ്റ് ഇൻ ടു റെസ്പെക്റ്റീവ് കാറ്റഗറി. കണ്ടോ, സിമിലർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് നമ്മൾ ഒരു ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത്തരത്തിൽ അനാലിസിസ് നടത്തുന്നതിനാണ് ക്ലസ്റ്റർ അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പാക്കാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ എഡ്യൂക്കേഷണൽ റിസർച്ച്? എന്താണ് എഡ്യൂക്കേഷണൽ റിസർച്ച്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. Education research refers to systematic collection and analysis of data related in the field of education. Research may involve a variety of methods and various aspects of education, including student learning. അപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പലതുണ്ട്. സ്റ്റുഡൻറ്റ് ലേണിംഗ്, ടീച്ചിങ് മെത്തേഡ്, ടീച്ചർ ട്രെയിനിങ് ആൻഡ് ക്ലാസ് റൂം ഡൈനാമിക്സ്. ഈ വിഷയത്തിലൊക്കെ, ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ അവിടെ റിസർച്ച് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റിസർച്ചുകളാണ് എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ് ലോങ്ങിറ്റ്യൂഡിനൽ സർവേൻ്റെ ടൈപ്സ് ആണ്. പല ടൈപ്പ് സർവേകളുണ്ട്. അതിലൊരു സർവേ ആണ് ലോങ്ങിറ്റ്യൂഡിനൽ സർവേ. ടു ഗ്യാദർ ഡാറ്റ ഓവർ എ പീരീഡ് ഓഫ് ടൈം, ദ റിസർച്ചർ മേ ദെൻ അനലൈസ് ചേഞ്ചസ് ഇൻ ദി പോപ്പുലേഷൻ ആൻഡ് അറ്റംപ്റ്റ് ടു ഡിസ്ക്രൈബ് ദം. അതായത് ഒരു പീരിയഡിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു പീരീഡിലെ ഡാറ്റ മൊത്തം കളക്ട് ചെയ്യാണ്. എന്നിട്ട് റിസർച്ചർ അവിടെ എന്തൊക്കെ പോപ്പുലേഷനിൽ വരുന്ന മാറ്റം, അതിൻ്റെ റിസൾട്ടിൽ എങ്ങനെ വരുന്നു എന്നിങ്ങനെ ആ ചേഞ്ചസ് കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന സർവേയാണ് ലോങ്ങിറ്റ്യൂഡിനൽ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരു 2, 3, 4 കൊല്ലത്തിലെ ഇൻഫർമേഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റഡി നടത്തുകയാണ്. എന്നിട്ട് എന്ത് മാറ്റങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ സംഭവിക്കുന്നു അത് അനാലിസ് ചെയ്യാണ് ഈ ഒരു സർവേ പറയണത്. അപ്പോൾ അതിൽ ലോങ്ങിറ്റ്യൂഡിനൽ സർവേയിൽ പ്രധാനപ്പെട്ട 2-3 സർവേകൾ വേറെയും ഉണ്ട്. ഓക്കെ, ട്രെൻഡ് അനാലിസിസ് ഒക്കെ അതുമായി ബന്ധപ്പെട്ട സർവേകളാണ്. ഓക്കെ, ട്രെൻഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട്.
വാട്ട് ഈസ് ഇൻഡെക്സ് നമ്പർ? എന്താണ് ഇൻഡെക്സ് നമ്പർ? ഇൻഡെക്സ് നമ്പർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്, ഡിസൈൻ ടു ഷോ ചേഞ്ചസ് ഇൻ എ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ടൈം, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആൻഡ് അതർ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ഇൻകം, പ്രൊഫഷൻ, എക്സെട്ര. First of all, we should understand it is a barometer of economic activities. Economic activities ഒരു ബാരോമീറ്റർ ആണ്, അല്ലെ, അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബാരോമീറ്റർ ആണ്. ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു മെഷർ ആണെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആൻഡ് അതർ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ഇൻകം, പ്രൊഫഷൻ, എക്സെട്ര. ഇൻകത്തിലേക്ക് വരുന്ന മാറ്റങ്ങൾ ഉണ്ടാകും, അതേപോലെ തന്നെ പ്രൊഫഷനിൽ വരുന്ന മാറ്റം, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, ടൈം, അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് പല ചേഞ്ചസും വരാൻ സാധ്യതയുണ്ട്. ആ ചേഞ്ചുകൾ നമ്മൾ അളക്കുന്നതിനെയാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ എന്താ പറയുക, ഇന്നുള്ള ഒരു ക്യാഷിൻ്റെ മൂല്യം സെയിം വാല്യൂ അല്ല നമ്മൾ പിന്നീട് ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ നമ്മളൊരു ബേസ് ആക്കി എടുത്തിട്ട്, ഒരു 100 ബേസ് ആക്കി എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ അതിനെത്ര കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് എത്ര വരും, അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു മെഷർ ചെയ്യുന്നതിനെയാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ പഠിക്കുക എന്താണെന്നുള്ളത്. കമൻറ്റ് ഓൺ കനോണിക്കൽ അനാലിസിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആവർത്തിക്കുകയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. ടൈപ്സ് ഓഫ് അനാലിസിസിൽ പെട്ടതാണ് കനോണിക്കൽ അനാലിസിസ്. ഇറ്റ് മേ ബി യൂസർ ഇൻ ബോത്ത് മെഷർമെൻറ്റ് ആൻഡ് നോൺ മെഷറബിൾ വേരിയബിൾ. ഇവിടെ മെഷർമെൻ്റ് ആയിട്ടുള്ള നോൺ മെഷർമെൻറ്റ് വേരിയബിൾസും ഇതിൽ കനോണിക്കൽ അനാലിസിസ് ഉണ്ടാകും. ഫോർ പ്രഡിക്റ്റിംഗ് സെറ്റ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഫ്രം ദെയർ ജോയിൻറ്റ് കോവേരിയൻസ് വിത്ത് സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് എ റിഗ്രഷൻ അനാലിസിസ് ഓഫ് ഡാറ്റ. ഇതൊരു റിഗ്രഷൻ അനാലിസിസ് ആണ്. റിഗ്രഷൻ അനാലിസിസ് ഓഫ് ഡാറ്റ. റിഗ്രഷൻ നമുക്കറിയാം, അല്ല, എക്സ് ഓൺ വൈ, വൈ ഓൺ എക്സ്, അല്ല, ഒന്നിൽ നിന്ന് ഒരു അൺനോൺ ഫാക്റ്റിൽ നിന്ന് ഒരു നോൺ ഫാക്റ്റിൽ നിന്ന് ഒരു അൺനോൺ ഫാക്റ്റ് കണ്ടെത്തുകയാണ് ഈ റിഗ്രഷൻ അനാലിസിസ്. അതേപോലെ തന്നെയാണിത്, അല്ലേ? ഒരു പ്രെഡിക്റ്റ് ചെയ്യാണ് കനോണിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. പ്രെഡിക്റ്റിംഗ് സെറ്റ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഫ്രം ദെയർ കോവേരിയൻസ് വിത്ത് ദ സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതിനെയാണ് കനോണിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ പ്രപ്പോസിഷൻ ഇൻ റിസർച്ച്? റിസർച്ചിൽ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. എ റിസർച്ച് പ്രപ്പോസിഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി കൺസെപ്റ്റ് that may be judged as a true or false if it refers to observable phenomena. റിസർച്ച് പ്രപ്പോസൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു കൺസെപ്റ്റിനെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് മേ ബി ജഡ്ജ്ഡ് ആസ് ട്രൂ ഓർ ഫാൾസ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെയാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഹൈപ്പോത്തിസിസ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കും. ഹൈപ്പോത്തിസിസ് നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളത് പിന്നീട് ശരിയാണോ, ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണോ, ഫാൾസ് ട്രൂ ആണോ എന്ന് നമ്മൾ പിന്നീട് ചെക്ക് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് പ്രപ്പോസിഷൻ. അനദർ ക്വസ്റ്റ്യൻ, പ്രെഡിക്റ്റീവ് വാലിഡിറ്റി. പ്രെഡിക്റ്റീവ് വാലിഡിറ്റിനെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ നമ്മൾ പ്രെഡിക്റ്റീവ് വാലിഡിറ്റിയുടെ ടൈപ്സിലാണ് ഇത് പറയുന്നത്. പ്രെഡിക്റ്റീവ് വാലിഡിറ്റി ഈസ് കൺസേൺഡ് വിത്ത് പ്രെഡിക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ടെസ്റ്റ്. ഒരു ടെസ്റ്റിൻ്റെ പ്രെഡിക്റ്റീവ് കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടതിനെയാണ് നമുക്ക് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ടു ഇൻഡിക്കേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ടെസ്റ്റ്, ഫോർകാസ്റ്റിംഗ് ഓർ പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഔട്ട്കം ഇൻ എ സ്പെസിഫിക് ഏരിയ. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിൻ്റെ ഫോർകാസ്റ്റിംഗ് എബിലിറ്റി, ഫോർകാസ്റ്റിംഗ് ഉണ്ടാവും ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഔട്ട്കംസ് ഇൻ എ സ്പെസിഫിക് ഏരിയ. ഒരു സ്പെസിഫിക് ഏരിയയിലെ ഫ്യൂച്ചർ ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാനുള്ള, അല്ല, പ്രെഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റീവ്നെസ്സിനെ പറയുന്നതാണ് നമ്മൾ ഈ പ്രെഡിക്റ്റീവ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ദ ടെസ്റ്റ് യൂസർ വിഷസ് ടു ഫോർകാസ്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ ഫ്യൂച്ചർ പെർഫോമൻസ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫ്യൂച്ചർ പെർഫോമൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും, മുൻകൂട്ടി കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിലൊരു ടെസ്റ്റിൻ്റെ ഒരു കഴിവിനെയാണ് നമുക്ക് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ഡിസ്ക്രിമിനൻ്റ് അനാലിസിസ്. ഡിസ്ക്രിമിനൻ്റ് അനാലിസിസ്, വാട്ട് യു മീൻ ബൈ ഡിസ്ക്രിമിനൻ്റ് അനാലിസിസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഈ അനാലിസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്ക്രിമിനൻ്റ് അനാലിസിസ് ഈസ് എ വെർസറ്റൈൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ഓഫൺ യൂസ്ഡ് ബൈ മാർക്കറ്റ് റിസർച്ചേഴ്സ്. സാധാരണയിൽ ഇത് മാർക്കറ്റ് റിസർച്ചേഴ്സാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. ടു ക്ലാസിഫൈ ഒബ്സർവേഷൻ ഇൻ ടു 2 or more ഗ്രൂപ്പ്സ് ഓർ കാറ്റഗറി. ഈ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യാണ്,
രണ്ടോ അതിലധികമോ ഗ്രൂപ്പുകളാക്കിയിട്ട് അല്ലെങ്കിൽ കാറ്റഗറിക്കായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഒബ്സർവ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുക, ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അതിനെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു അനാലിസാണ് ഡിസ്ക്രിമിനൻ്റ് അനാലിസ്. ആണോ, ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുക, ഡിസ്ക്രിമിനൻ്റ് ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് എന്നിവിടെ മനസ്സിലാക്കി വെക്കുക. ദെൻ സെക്ഷൻ ബിയിലോട്ട് കിടക്കുകയാണ്. സെക്ഷൻ ബിയിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നമുക്കറിയാവുന്നതുപോലെ കുറച്ച് ഷോർട്ട് എസ്സേ ആണ്, കുറച്ച് ലെങ്തി ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫൈൻ റിസർച്ച് ഡിസൈൻ, എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്ന് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സും ചോദിച്ചിട്ടുണ്ട്. Research design is a comprehensive plan of the series of operation that the researcher intended to carry out to accomplish the research objective. It's a blueprint for the study. ഒരു പ്ലാൻ ആണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റഡിയുടെ ബ്ലൂ പ്രിൻ്റ് ആണ്, റിസർച്ചിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആണ്, അല്ലെങ്കിൽ റിസർച്ചിൻ്റെ ഒരു പ്ലാനിനെ പറയുന്ന പേരാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് കൊടുത്തുള്ളത്? ഇറ്റ്സ് എ സ്ട്രാറ്റജി വിച്ച് സ്പെസിഫൈ ദി അപ്രോച്ച് യൂസ്ഡ് ഫോർ ഗാദറിംഗ് ആൻഡ് അനലൈസിങ് ഡാറ്റ, and it's an activity and time-based plan, and it's a plan which is always based on the research question. Research question അടിസ്ഥാനത്തിലാണ് ഈ പ്ലാനുകൾ തയ്യാറാക്കുക. It comprises the time and cost budget since most study are done under these limitations. ടൈം, കോസ്റ്റ് ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ ബജറ്റൊക്കെ ഇതിൽ പറയുന്നുണ്ടാകും. It depend upon the purpose of research. റിസർച്ചിൻ്റെ പർപ്പസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് റിസർച്ചിൻ്റെ പർപ്പസ്, അതിനനുസരിച്ചിരിക്കും ഈ ഒരു പ്ലാനുകളൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള പല ഫീച്ചേഴ്സുണ്ട്. കുറച്ച് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തൊന്ന് മാത്രം ബാക്കി നിങ്ങൾക്ക് കൊടുക്കാം. ഡിസ്ക്രൈബ് ദ വേരിയസ് ആസ്പെക്റ്റ് ഓഫ് റിസർച്ച് പ്രോബ്ലം ടു ബി കൺസിഡേർഡ് ബൈ ദി റിസർച്ച്. ഒരു റിസർച്ചർ ഒരു റിസർച്ച് പ്രോബ്ലം പരിഗണിക്കുമ്പോൾ, കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെ ആസ്പെക്റ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ അത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു റിസർച്ചർ ഒരു റിസർച്ചിന് ഒരു പ്രോബ്ലം ഉണ്ട്, പ്രോബ്ലം ഉണ്ടാകുമ്പോഴേ നമ്മൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുള്ളൂ, അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ റിസർച്ച് പ്രോബ്ലത്തുമായി ബന്ധപ്പെട്ട വേരിയസ് ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടാസ്ക് ഓഫ് റിസർച്ച് ഈസ് സിംഗിൾ ഔട്ട് ഓർ ഐഡൻറ്റിഫൈ ദി ഏരിയ ഓഫ് റിസർച്ച് പ്രോബ്ലം. ഫസ്റ്റ് ആ പ്രോബ്ലത്തിൻ്റെ ഏരിയ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഹി വാണ്ട് ടു സ്റ്റഡി. ഓക്കെ, ദെൻ he should discuss the problem with his friends or with his colleagues or with his expert in the field. ആ പ്രോബ്ലം അവരുടെ ഫ്രണ്ട്സുമായിട്ട്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സുമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു റിസർച്ചറുടെ കൊളീഗുമായിട്ട്, അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയ ആളുമായിട്ട് ഡിസ്കസ് ചെയ്യണത് നല്ലതാണ്. then he should go through professional journal, dissertation, research reports to extract to discover the unanswered. ചില അൺആൻസേർഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആ ഒരു പ്രോബ്ലത്തിൽ തന്നെ. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ ജേണൽസിലൂടെ, ഡിസർട്ടേഷനിലൂടെ ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടുപിടിക്കുക. അറ്റ് ദ ടൈം ഓഫ് സെലക്ടിങ് ദ ടെൻറ്റേറ്റീവ് റിസർച്ച് പ്രോബ്ലം, എ ക്വിക്ക് സ്കാനിങ് ഓഫ് ദി എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ ഈസ് എസെൻഷ്യൽ. ഒരു ക്വിക്ക് സ്കാനിങ് നടത്തുക, നിലവിലുള്ള ലിറ്ററേച്ചർ എന്ത് ചെയ്യുന്നു, സ്കാൻ ചെയ്യേണ്ടത് നല്ലതാണ് ടെൻറ്റേറ്റീവ് റിസർച്ച് പ്രോബ്ലം സെലക്ട് ചെയ്യുമ്പോൾ. താൽക്കാലികമായിട്ടൊരു പ്രോബ്ലം സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ക്വിക്ക് സ്കാനിങ് നടക്കുന്നത് നല്ലതാണ്. റിസർച്ചർ ക്യാൻ അവൈലബിൾ വേരിയസ് സോഴ്സസ് ഓഫ് പ്രോബ്ലംസ് വ്യത്യസ്ത സോഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് റിസർച്ചർക്ക്, സച്ച് ആസ് റീഡിങ്, അക്കാദമിക് എക്സ്പീരിയൻസ്, ഡെയിലി എക്സ്പീരിയൻസ്. അപ്പോൾ അത്തരത്തിലുള്ള അക്കാദമിക് എക്സ്പീരിയൻസിലൂടെ, ഡെയിലി എക്സ്പീരിയൻസിലൂടെ ഒക്കെ നമുക്ക് ഒരു പ്രോബ്ലംസ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിന് പ്രോബ്ലം കണ്ടെത്താൻ പറ്റിയ സോഴ്സുകളാണ് പറയണത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ചില ആസ്പെക്റ്റുകൾ. ഇനിയും ഉള്ള ആസ്പെക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് ഇൻ സാമ്പിൾ ഡിസൈൻ. സാമ്പിൾ ഡിസൈൻ്റെ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്സുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫൈൻ ദി പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. ദെൻ സ്റ്റേറ്റ് ദി സാമ്പിളിംഗ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക. ഐഡൻറ്റിഫൈ ദി സാമ്പിളിംഗ് യൂണിറ്റ്, എത്ര എടുക്കണം എന്നുള്ളതാണ്. Then state the sampling method, which sampling method or which sampling techniques are used. Then determine the sample size, എത്ര എണ്ണം എടുക്കണം അല്ലെ, സാമ്പിൾ സൈസ്. Then spell out the sample plan, ഒരു സാമ്പിളിംഗ് പ്ലാൻ തയ്യാറാക്കുക. Then select the സാമ്പിൾ സെലക്ട് ചെയ്യുക. ഇതാണ് അതിൻ്റെ സാമ്പിൾ ഡിസൈനിൻ്റെ ഒരു സ്റ്റെപ്സുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോസസ്സ്.
Then differentiate fundamental or basic and applied research. ബേസിക് റിസർച്ചും അപ്ലൈഡ് റിസർച്ചും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്ലൈഡ് റിസർച്ച് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് അപ്ലിക്കേഷൻ ഓഫ് തിയറീസ് ഓർ മോഡൽസ് ഫോർ ഫൈൻഡിങ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി തിയറിയെ അപ്ലൈ ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഫോർ ആൻ ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഫേസ്ഡ് ബൈ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിന് പരിഹാരം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അപ്ലൈഡ് റിസർച്ച് നമ്മൾ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ പ്യൂർ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ജനറലൈസേഷൻ ആൻഡ് വിത്ത് ദ ഫോർമുലേഷൻ ഓഫ് തിയറി. ഒരു തിയറി ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്യൂർ റിസർച്ചുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മീനിങ് പറയാനുള്ളത്. ദെൻ അപ്ലൈഡ് റിസർച്ച് സ്റ്റഡി പ്രോബ്ലം വിത്ത് ഇമ്മീഡിയറ്റ് സോഷ്യൽ കോൺസിക്വൻസ്. ദെൻ ഇറ്റ് സ്റ്റഡി എനി പ്രോബ്ലം. പ്യൂർ റിസർച്ചിൽ ഏത് പ്രോബ്ലം സ്റ്റഡി ചെയ്യും. അപ്ലൈഡ് റിസർച്ചിൽ സോഷ്യൽ കോൺസിക്വൻസ് മാത്രമാണ് സ്റ്റഡി ചെയ്യുന്നത്. ദെൻ അപ്ലൈഡ് റിസർച്ച് എയിം അറ്റ് ബ്രിങ്ങിങ് ഔട്ട് ആക്ഷനബിൾ പോയിൻറ്റ്സ് ക്വിക്ക്ലി. പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്ലൈഡ് റിസർച്ച്. വൈൽ ഇൻ ദി പ്യൂർ റിസർച്ച് എയിം ടു പബ്ലിഷ് റിസർച്ച് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് പ്യൂർ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്. ഇൻ ദി കേസ് ഓഫ് അപ്ലൈഡ് റിസർച്ച് റിപ്പോർട്ട്സ് ആർ പ്രിപ്പയർഡ് ഇൻ കോമൺ ലാംഗ്വേജ് ആൻഡ് ഇൻ ദി കേസ് ഓഫ് പ്യൂർ റിസർച്ച് റിപ്പോർട്ട് ആർ പ്രിപ്പയർഡ് ഇൻ ടെക്നിക്കൽ ലാംഗ്വേജ്. In pure research, try to explain in applied research, try to explain how things can be changed. എങ്ങനെയാണ് ചേഞ്ച് വന്നത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്യൂർ റിസർച്ചിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ വൈ തിങ്സ് ഹാപ്പൺ, എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ്. വാട്ട് യു മീൻ ബൈ അനാലിസിസ് ഓഫ് ഡാറ്റ? ലിസ്റ്റ് ഔട്ട് ഇറ്റ്സ് പർപ്പസ്. അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡാറ്റ അനാലിസിസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ, അനാലിസിസ് ഓഫ് ഡാറ്റ മീൻസ് സ്റ്റഡിങ് ദ ടാബുലേറ്റഡ് മെറ്റീരിയൽ ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദി ഫാക്ട് ഓർ മീനിങ്. ആ ഒരു ടാബുലേറ്റഡ് മെറ്റീരിയലിനെ, ടാബിളിലേക്ക് മാറ്റിയ മെറ്റീരിയൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ അനാലിസിസ് പ്രോസസ് ഹെൽപ്സ് റെഡ്യൂസിങ് ലാർജ് ചങ്ക് ഓഫ് ഡാറ്റ ഇൻ ടു സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് വിച്ച് മേക്ക് സെൻസ്. വലിയ ഡാറ്റ നമ്മൾ ചെറിയ സ്മോൾ ഡാറ്റയിലായിട്ട് മാറ്റുകയാണ് നമ്മൾ. അതിനെയാണ് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ പർപ്പസുകൾ എന്തൊക്കെയാണ്? റിസർച്ച് റിലൈ ഹെവിലി ഓൺ ഡാറ്റ ആസ് ദേ ഹാവ് എ സ്റ്റോറി ടു ടെൽ ഓർ പ്രോബ്ലംസ് ടു സോൾവ്. ദെൻ ഇറലവൻറ്റ് ടു ദ ടൈപ്പ് ഓഫ് ഡാറ്റ, റിസർച്ചർ എക്സ്പ്ലോർ ദെയർ മിഷൻ ആൻഡ് ഓഡിയൻസ് വിഷൻ ആൻഡ് ഗൈഡ് ദം ടു ഫൈൻഡ് പാറ്റേൺ ടു ഷേപ്പ് ദ സ്റ്റോറി ദാറ്റ് ദേ വാണ്ട് ടു ടെൽ. Then one of the essential things expected from the researcher while analyzing data is to open and remain unbiased towards unexpected pattern, expressions and results. കുറച്ചു എന്താ പറയുക, കുറച്ചു പർപ്പസുകൾ ഇവിടെ കൊടുത്തു എന്ന് മാത്രം. ബാക്കി നിങ്ങളത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അനാലിസിസ് ഓഫ് ഡാറ്റ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ സ്റ്റേറ്റ് ദ ലിമിറ്റേഷൻ ഓഫ് റിസർച്ചിൻ്റെ ലിമിറ്റേഷൻസ് ഒന്ന് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇഷ്യൂ വിത്ത് റിസർച്ച് സാമ്പിൾസ് ആൻഡ് സെലക്ഷൻ. കണ്ട, സാമ്പിൾ സെലക്ഷനുമായി ബന്ധപ്പെട്ട റിസർച്ച് ഇഷ്യൂസ് ഉണ്ടാവാം. ഇൻസഫിഷ്യൻറ്റ് സാമ്പിൾ സൈസ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻറ്റ്, ലാക്ക് ഓഫ് പ്രീവിയസ് റിസർച്ച് സ്റ്റഡീസ് ഓൺ ദി ടോപ്പിക്കെ കുറിച്ച് ചിലപ്പം പ്രീവിയസ് സ്റ്റഡീസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ലാക്ക് മെത്തേഡ്സ് യൂസ്ഡ് ടു കളക്ട് ദ ഡാറ്റ കളക്ട് ചെയ്ത മെത്തേഡ് പ്രശ്നം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അത് ലിമിറ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദ ലിമിറ്റഡ് ആക്സസ് ടു ഡാറ്റ ആക്സസ് ചെയ്യാൻ ചിലപ്പം പറ്റണമെന്നില്ല. അതാണ് ലിമിറ്റഡ് ആക്സസ് ടു ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിഫറൻഷിയേറ്റ് സബ്ജക്റ്റിവിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി ഇൻ റിസർച്ചിൽ സബ്ജക്റ്റിവിറ്റിയും ഒബ്ജക്റ്റിവിറ്റിയും എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ സിലബസിൻ്റെ അവസാനത്തെ ഒരു ടോപ്പിക്കാണ്, അവസാനത്തെ ഒരു ഭാഗമാണ് സബ്ജക്റ്റിവിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ, ഒബ്ജക്റ്റിവിറ്റി ഈസ് പേഴ്സണൽ ഇംപാഷ്വാലിറ്റി. ഒബ്ജക്റ്റിവിറ്റിയിൽ പേഴ്സണൽ പാർഷ്വാലിറ്റി ഇല്ല, വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യമില്ല. സബ്ജക്റ്റിവിറ്റി ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ പേഴ്സണൽ ഇംപ്രഷൻ. പക്ഷേ സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിയുടെ ഇംപ്രഷൻ, അവരുടെ ഫീലിംഗ് അനുസരിച്ചിട്ട് അവരുണ്ടാക്കുന്ന ഒരു കൺക്ലൂഷനാണ് സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ.
ഇതിനെക്കുറിച്ച് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ട് അത് ഒരു ബയാസും ഇല്ലാതെ പേഴ്സണലി ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ ഒരു കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നതിനാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ബയാസ് ഉണ്ട്, അല്ലെ, ഇൻഡിവിജ്വൽ ഫീലിങ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്വയം ഉണ്ടാക്കുന്നതാണ് സബ്ജക്റ്റിവിറ്റി. ഒബ്ജക്റ്റിവിറ്റി മീൻസ് മേക്കിംഗ് അൺബയാസ്ഡ് ബാലൻസ്ഡ് ഒബ്സർവേഷൻ ബേസ്ഡ് ഓൺ ദി ഫാക്റ്റ്. കണ്ട, ഒബ്ജക്റ്റിവിറ്റി ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതാണ്. സബ്ജക്റ്റിവിറ്റി മീൻസ് മേക്കിംഗ് അസംഷൻസ്, മേക്കിംഗ് ഇൻ്റർപ്രിറ്റേഷൻസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ ഒപ്പീനിയൻ. വ്യക്തിപരമായ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അസംഷൻസ് ഉണ്ടാക്കുക, ഇൻ്റർപ്രിറ്റേഷൻസ് ഉണ്ടാക്കുക, വിത്തൗട്ട് എനി വേരിയബിൾ ഫാക്റ്റ്, ഒരു വേരിയബിൾ ഫാക്റ്റും ഇല്ലാതെ. അതാണ് സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടാവും, ഒക്കെ നമ്മുടെ റിപ്പോർട്ടിൽ, റിസർച്ച് റിപ്പോർട്ടിൽ ആവശ്യമാണ്. Then objectivity, the observation or assessment can be used before arriving at any decisions. Then subjectivity information should not be used while taking any important decision. ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷനും സബ്ജക്റ്റിവിറ്റിയെ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അതൊക്കെ പേഴ്സണൽ ബയാസ് ഉള്ളതാണ് അതിലൊക്കെ. സോ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത് ഒബ്ജക്റ്റിവിറ്റിയാണ്. ഓക്കെ, അതാണ് നമ്മൾ ഇത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ദെൻ പോയിൻ്റ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. മറ്റൊരു ക്വസ്റ്റ്യനാണ് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസുകൾ. പ്രൈമറി ഡാറ്റ ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതാണ്. പ്രൈമറി ഡാറ്റ റെഫേഴ്സ് ടു ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ. സെക്കൻഡറി ഡാറ്റ മീൻസ് കളക്റ്റഡ് ബൈ സം വൺ എൽസ് ഏർലിയർ. ദെൻ പ്രൈമറി ഡാറ്റ റിയൽ ടൈം ഡാറ്റ, സെക്കൻഡറി ഡാറ്റ ഇസ് പാസ്റ്റ് ഡാറ്റ. പ്രൈമറി ഡാറ്റ പ്രോസസ്സസ് ആർ വെരി ഇൻവോൾവ്ഡ്. സെക്കൻഡറി ഡാറ്റ ക്വിക്ക് ആൻഡ് ഈസി, പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും, കാരണം ഓൾറെഡി പ്രോസസ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രൈമറി ഡാറ്റ സർവേ, ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റ്, ക്വസ്റ്റിനെയർ, പേഴ്സണൽ ഇൻ്റർവ്യൂ, ഇതൊക്കെ പ്രൈമറി ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ്. സെക്കൻഡറി ഡാറ്റ എക്സാമ്പിളാണ് ഗവൺമെൻറ് പബ്ലിക്കേഷൻസ്, വെബ്സൈറ്റ്സ്, ബുക്സ്, ജേണൽസ്. ആൻഡ് പ്രൈമറി ഡാറ്റ ഈസ് കോസ്റ്റ് എഫക്റ്റീവ്സ് ആൻഡ് സെക്കൻഡറി ഡാറ്റ എക്സ്പെൻസീവ് ആൻഡ് എക്സ്പെൻസീവാണ്, എക്കണോമിക്കലാണ്. സെക്ഷൻ സിയിലേക്ക് കിടക്കുന്നു. അതായത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. കുറച്ച് ഒന്നും കൂടെ നമ്മൾ ലോങ്ങസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ടാബുലേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റ ടാബുലേഷൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് കൊടുത്തുള്ളത്. ടാബുലേഷൻ സമയത്ത്, അതായത് ടാബിളിലേക്ക് മാറ്റുമല്ലോ ഡാറ്റകളൊക്കെ, അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ടാബിളിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രിൻസിപ്പിൾസാണ്. വാട്ട് യു മീൻ ബൈ ടാബുലേഷൻ എന്ന ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പിൾസ് നമുക്ക് ഓട്ടോമാറ്റിക് എഴുതാൻ പറ്റും. ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. സം പ്രിൻസിപ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ടേബിൾ ഷുഡ് സ്യൂട്ട് ദ സൈസ് ഓഫ് ദി പേപ്പർ സൈസിനായിരിക്കണം. ടേബിൾ ഷുഡ് ഹാവ് എ ക്ലിയർ കൺസിസ് ആൻഡ് ആഡിക്വേറ്റ് ടൈറ്റിൽ ഉണ്ടായിരിക്കണം. എവറി ടേബിൾ ഷുഡ് ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റ് നമ്പർ ഫോർ ഈസി റെഫറൻസ്. എല്ലാ ടേബിളിലും നമ്പർ ഉണ്ടായിരിക്കണം. ദ ക്യാപ്ഷൻസ് ആൻഡ് സ്റ്റെപ്സ് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ഇൻ ഓൾ ടൈപ്സ് ഓഫ് ടേബിൾ. റോൻ്റെ ഹെഡിങ്ങും കോളത്തിൻ്റെ ഹെഡിങ്ങും ഒക്കെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കണം. അതാണ് ക്യാപ്ഷൻസ് ആൻഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ. The unit of measurement should be clearly defined. Unit of measurement clearly defined ചെയ്യണം. Figures should be rounded off to avoid unnecessary details in table. Figures ഒക്കെ റൗണ്ട് ചെയ്തിട്ട് എഴുതണം ഫിഗേഴ്സ്. എന്നിട്ട് അതിനെ നമ്മൾ ഫുട് നോട്ടിൽ കാണിക്കണം. Sources from which data in the table is obtained are to be indicated just below the table. എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് ഡാറ്റയുടെ സോഴ്സുകളൊക്കെ ടേബിളിൻ്റെ താഴെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യണം. കണ്ടോ, അപ്പോൾ ആ ടേബിളിൽ നമുക്ക് ഉള്ള സോഴ്സുകൾ എവിടെയൊക്കെയാണ് ഡാറ്റ കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ താഴെ കാണിക്കാം, ജസ്റ്റ് സൂചിപ്പിക്കാം. ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓർ യൂസ് ഓഫ് റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. ടു ബിൽഡ് നോളജ് ആൻഡ് ഫെസിലിറ്റേറ്റ് എഫിഷ്യൻറ്റ് ലേണിംഗ്, ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് ഇഷ്യൂസ്, ടു നോ ദി ട്രൂത്ത് ആൻഡ് പ്രൂവ് ലൈ, ടു സീക്ക് ഓപ്പർച്യൂണിറ്റീസ് എമംഗ് അതേഴ്സ്. റിസർച്ച് ഗിവ് യു ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ. റിസർച്ച് ബിൽഡ് യുവർ ക്രെഡിബിലിറ്റി. നമ്മൾ റിസർച്ച് നമുക്ക് നടത്തുമ്പോൾ അത് നമ്മുടെ ക്രെഡിബിലിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്, യൂസസ് റിസർച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്താൻ പറ്റും. ദെൻ ഡെപ്പിക്റ്റ് ദ ലേ ഔട്ട് ഓഫ് റിസർച്ച് റിപ്പോർട്ടിൻ്റെ ലേ ഔട്ട് ഒന്ന് ചിത്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ലേ ഔട്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് 3 ഘട്ടമാണ് കാര്യമായിട്ടുള്ളത്. പ്രിലിമിനറി ഉണ്ടാവും, ടെക്സ്റ്റ്, ദെൻ റെഫറൻസ് മെറ്റീരിയൽ. പ്രിലിമിനറിയിൽ ഉൾപ്പെടുന്നതാണ് ടൈറ്റിൽ പേജ്, ലെറ്റർ ഓഫ് ട്രാൻസ്മിറ്റൽ, അക്നോളജ്മെൻറ്റ്, ലെറ്റർ ഓഫ് ഓതൻറ്റിക്കേഷൻ, ടേബിൾ ഓഫ് കണ്ടൻറ്റ്, ലിസ്റ്റ് ഓഫ് ടേബിൾ, ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ്. പിന്നെയാണ് മെയിൻ ടെക്സ്റ്റ് വരുന്നത്. ആ ഒരു റിപ്പോർട്ടിൽ, ആ റിസർച്ച് അല്ലെങ്കിൽ പ്രൊജക്ട് റിപ്പോർട്ടിൽ പിന്നെ മെയിൻ ടെക്സ്റ്റ് വരുന്നത് അതാണ് അബ്സ്ട്രാക്റ്റ്, ഇൻട്രൊഡക്ഷൻ, റിസർച്ച് പ്രൊസീജിയർ, റിസൾട്ട്, ഡിസ്കഷൻ, കൺക്ലൂഷൻ ആൻഡ് സമ്മറി. ഇതാണ് എൻ്റെ പ്രധാന ഏരിയ, അല്ലെ കണ്ടൻറ്റ് അടങ്ങിയ ഏരിയ.
ദെൻ റെഫറൻസ് മെറ്റീരിയൽ, ബിബ്ലിയോഗ്രഫി, അപ്പൻഡിക്സ്, ഇൻഡെക്സ്, ക്വസ്റ്റ്യൻ അടങ്ങിയ ആ ഒരു ഭാഗങ്ങളാണ് ഇത് റെഫറൻസ് മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾ 6 എമ്മിൽ ഇതിൻ്റെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതാണ് ഈ ഒരു റിസർച്ച് റിപ്പോർട്ടിൻ്റെ ലേ ഔട്ടായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് പ്രൊബബിലിറ്റി ആൻഡ് നോൺ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. പ്രൊബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ആൻഡ് നോൺ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പ്രൊബബിലിറ്റി സാമ്പിളിംഗ് മെയിൻലി 2 types, unrestricted sample and restricted random sample. Unrestricted also we classified into 2, lottery method, random number method, and restricted random sample also included some sampling techniques, stratified cluster sampling, multi-stage cluster sampling, systematic sampling, random root sampling. ഇതൊക്കെ ഓരോന്ന് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. വരുന്ന ക്വസ്റ്റ്യൻ ഏതെങ്കിലുമൊക്കെ എന്തായാലും ഒന്ന് ചോദിക്കും, ഇതിൽ സാധാരണ ചോദിക്കാറുണ്ട്. ദെൻ നോൺ പ്രൊബബിലിറ്റി സാമ്പിളിങ് ആണ് മറ്റ്. നോൺ പ്രൊബബിലിറ്റി സാമ്പിളിങ് ആക്സിഡൻ്റൽ സാമ്പിളിങ്, കോട്ട സാമ്പിളിങ്, പർപ്പസീവ് ഓർ ജഡ്ജ്മെൻറ്റ് സാമ്പിളിങ്, കൺവീനിയൻസ് സാമ്പിളിങ്, സ്നോബോൾ സാമ്പിളിങ്, സെൽഫ് സെലക്ഷൻ. ഇതൊക്കെ നോൺ പ്രൊബബിലിറ്റി സാമ്പിളിങ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒക്കെ നമ്മൾ ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ എന്തായിട്ട് ഇത് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ if you want the PDF of this question paper, you can join our broadcast list in these 2 numbers or WhatsApp. You can contact on WhatsApp. Okay, now let's wind up this video. Keep watching. Thank you all.